ശ്ലോകം 2. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം. ഈ വൃന്ദാവനം ആരാ ഈ വിധത്തിൽ നോക്കുന്നത്? ഭഗവാന്റെ പത്നിയായിരിക്കുന്ന ലക്ഷ്മി തന്നെയാണ്. ആ ലക്ഷ്മീകര അംബുജലാളിതം. കര അംബുജം, അംബുജം പോലെ മനോഹരമായ കരം. ലക്ഷ്മി തൻ്റെ താമര പോലെ മനോഹരമായ കൈകൊണ്ട് ലാളിച്ച് എല്ലാറ്റിനെയും നന്നാക്കി വെച്ചിരിക്കുന്നു. വെള്ളം ഒഴിച്ചിട്ട് വേണ്ടിടത്തെല്ലാം വെട്ടി കളഞ്ഞിട്ട് അതിനെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വിഹിത ജഗതീരക്ഷം. വിഹിതം വെച്ചാൽ ചെയ്യപ്പെട്ടതെന്നാണ് വിഹിതത്തിൻ്റെ അർത്ഥം. ചെയ്യപ്പെട്ടതായ ജഗത്തിൻ്റെ രക്ഷയോടുകൂടിയവൻ. ഈ പ്രപഞ്ചം മുഴുവൻ രക്ഷിക്കുന്നത് ഭഗവാനാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ പത്നിയായിരിക്കുന്ന ലക്ഷ്മീദേവിയാൽ ലാളിച്ച് ഓമനിച്ച് വളർത്തിയിട്ടുള്ളതായ ആ വൃന്ദാവനത്തിൽ ദദതി ചരണദ്വന്ദ്വം. ആ തൻ്റെ 2 കാലുകൾ, ചരണങ്ങൾ കാല്, ദ്വന്ദ്വം 2. ആ 2 കാലുകളും വൃന്ദാവനേ ദദതി. എപ്പോഴാണോ വൃന്ദാവനത്തിന് ദാനം ചെയ്യുക, വൃന്ദാവനത്തിൽ ചവിട്ടുക എന്നർത്ഥം. വൃന്ദാവനത്തിൽ ചവിട്ടി ആ വൃന്ദാവനം ഇപ്പം എങ്ങനെയായിരിക്കണു? പാവനേ. ഭഗവാന്റെ കാലുകൊണ്ട് പരിശുദ്ധമായി. ലക്ഷ്മീദേവിയുടെ കൈകൊണ്ട് തന്നെ പരിശുദ്ധമായിരിക്കുന്നു. ഇപ്പോൾ ഭഗവാൻ എപ്പോഴാണോ ആ വൃന്ദാവനത്തിൽ തൻ്റെ കാലുകളെ അർപ്പിച്ചത്, താൻ അവിടെ നടന്നു പോയത്, എല്ലാ സമ്പത്തുകളും ധാരാളം ഉണ്ടായിരുന്ന പറഞ്ഞു. കിമിവ നഭൗ സമ്പൽ സമ്പൂരിതം. കിമിവ എന്തെന്ത്, നഭൗ പ്രകാശിച്ചില്ല, ശോഭിച്ചില്ല. എന്തുകൊണ്ട്? സമ്പൽ സമ്പൂരിതം, സമ്പത്തോട് നിറഞ്ഞുകൊണ്ട്. എന്തൊക്കെയുണ്ടോ എല്ലാ സമ്പത്തുകളും ധാരാളമുണ്ടായി. ഏതൊക്കെയാണ്? തരു, വള്ളികൾ, മുല്ലവള്ളി, പിച്ചവള്ളി, അതിലൊക്കെ നല്ലവണ്ണം ഭഗവാൻ എപ്പോൾ അവിടെ ചവിട്ടാൻ തുടങ്ങിയോ, എവിടെ ഭഗവാനുണ്ടോ അവിടെ ലക്ഷ്മീദേവി വരും. അതാണ് ലക്ഷ്മീദേവി ഭഗവാന്റെ മാറിടത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഉള്ളിടത്ത് സമ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവും. അത് തരുക്കളിൽ, ആ മുല്ല, പിച്ചി മുതലായ വള്ളികളിൽ. പിന്നെ കായ്കൾ ഉണ്ടാകുന്ന തരുക്കളുണ്ടല്ലോ. ഒരു കായ നമ്മൾ ഇതാവില്ല കഴിക്കുന്നതായ കായ, അങ്ങനെയുള്ളതായ മറ്റേ കായകൾ ധാരാളം പരിസരം ഉണ്ടാവും ആൾക്കാർക്ക് ഭക്ഷിക്കാൻ വേണ്ടി. വല്ലരി, തരുവല്ലരി ഒന്നിച്ചെടുക്കണം. വള്ളികളുടെ കൂട്ടം. അതെ, വല്ലരി മറ്റേ വള്ളികളായിട്ടും തരുവൃക്ഷങ്ങളായിട്ടും എടുക്കണം. തരുവൃക്ഷം, വല്ലരി, വള്ളികൾ. അപ്പം അനേകം വൃക്ഷങ്ങൾ, ഈ മാവ്, പ്ലാവൊക്കെ അവിടെയും ഉണ്ടാവും. അതിലെപ്പോഴും മാങ്ങ. അതാണ് നമ്മുടെ ഇവിടെയൊക്കെ ചില സമയത്തേ മാങ്ങ ഉണ്ടാവുള്ളൂ. എല്ലാ സമയത്തും മാങ്ങ. പ്ലാവ് ഏത് സമയത്തും ചക്ക. അതുപോലെ വള്ളികളിൽ ഏത് സമയത്തും പൂക്കൾ. സലിലം, അതിമനോഹരമായ ജലം, നല്ല മധുരമുള്ള ജലം, പരിശുദ്ധമായ ജലം. അത് സമൃദ്ധമായിട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാളിന്തി നദി. ധരണി, ഭൂമി. ആ ഭൂമി എന്തിട്ടോ അത് നന്നായിട്ട് ഉണ്ടാവുന്നു. ചില ഭൂമികളിലെല്ലാം ഉണ്ടാവില്ല. അതാണ് ഇത്. എന്ത് അവിടെ വിത്തിട്ടാലും അത് നന്നാവുന്നു. ഗോത്ര പർവ്വതം, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടുത്താണ് ഈ വൃന്ദാവനം. ആ ഗോത്രത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ
അതിമനോഹരമായിട്ട് വൃക്ഷങ്ങളങ്ങനെ നിൽക്കുന്നതും അതിലെല്ലാം കായ്കളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്നതും കാണാം. ക്ഷേത്രം വയലുകൾ. അവരെന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഗോതമ്പാണ് അധികം. ചിലവർ അരി ഇടുന്നുണ്ടാവാം, നെല്ല്, ചോളം, എന്തൊക്കെ കിട്ടുമോ എല്ലാം 100 മേനി വിളയണം. അതാണ് ശരിക്കും. ഇതാവുകയാണെങ്കിൽ 100 മേനി വിളയും. അതായത് ഓരോ കതിരെടുത്ത് നോക്കിയാൽ അതിൽ 100 ഉണ്ടാവും. അപ്പോൾ 100 മേനി വിളയാന്ന് പറയും. അങ്ങനെ തരു, വല്ലരി, സലില, ധരണി, ഗോത്ര, ക്ഷേത്ര, ആദികം. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വയലാണ്. നമ്മുടെ മറ്റു ക്ഷേത്രങ്ങളല്ല, വയലിനും ക്ഷേത്രം എന്ന് പറയും. മുതലായതെല്ലാം അവരുടെ സമ്പത്ത് എന്താണോ, ഓരോരുത്തരുടെ സമ്പത്ത് എന്താണോ, നദിയുടെ സമ്പത്ത് ജലം, അത് നല്ല പരിശുദ്ധമായ ജലം. വൃക്ഷങ്ങളുടെ സമ്പത്ത് കായ്കൾ, പഴങ്ങൾ, ആ പഴങ്ങൾ നന്നായിട്ടുണ്ടാവും. വള്ളികളുടെ സമ്പത്ത് പൂക്കൾ, ആ പൂക്കൾ നന്നായിട്ടുണ്ടാവുന്നു. അങ്ങനെ എന്തെല്ലാം അവിടെയുണ്ടോ അതെല്ലാം നന്നായിട്ട് സമ്പത്ത് കൊണ്ട്, എന്തെന്ത് സമ്പത്ത് അവരുണ്ടോ ആ സമ്പത്ത് കൊണ്ട് നിറഞ്ഞതായി ഭവിച്ചു, സമ്പൂജിതം. എന്താ ഇതിന് കാരണം? കമലാപതേ. കമലയാണ് ഭഗവാന്റെ കൂടെയുള്ളത്. കമല ലക്ഷ്മി ദേവി. കമലത്തിൽ ഇരിക്കുന്നവൾ കമല. കമലം താമര. ആ കമലയുടെ പതിയാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ പാദസ്പർശം ഏറ്റതായ സമയത്ത് ആ വൃന്ദാവനം എല്ലാ സമ്പത്തുകൊണ്ടും നിറഞ്ഞതായി തീർന്നു എന്നർത്ഥം. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ ശരീരത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദശരൻ 2-ാമത്തെ ദശകത്തിലാണ്. തത്താദൃക് മധുരാത്മകം തവ ബഭൂ. മധുരം എന്ന് പറഞ്ഞാൽ മനോഹരം. അതിമനോഹരമായിട്ടുള്ളതാണ് ഭഗവാന്റെ ശരീരം. ആ ശരീരം ഗോപികൾക്കും ഗോക്കൾക്കും എല്ലാവർക്കും എന്തെന്നില്ലാത്ത ആനന്ദത്തിനെ പ്രദാനം ചെയ്തു. എപ്പോൾ ഭഗവാൻ തൻ്റെ പാദങ്ങൾ ആ വൃന്ദാവനത്തിൽ അർപ്പിച്ച് ആ പശുക്കുട്ടികളെ പാലിക്കാൻ വേണ്ടി പോയോ, എന്തൊക്കെ അവിടെയുണ്ടോ, വൃക്ഷങ്ങൾ, വള്ളികൾ, ജലം, ധരണി, ഭൂമി, പർവ്വതം, വയലുകൾ, എല്ലാം എന്തെന്ത് സമ്പത്ത് അവർക്കുണ്ടോ ആ സമ്പത്ത് കൊണ്ട് സമ്പൂരിതമായി നിറഞ്ഞു. ഹേ ഭഗവൻ, അങ്ങനെ തൻ്റെ ഭക്തന്മാരായിരിക്കുന്ന ആ ഗോപന്മാരെല്ലാവരും ദേവന്മാരാണ്, മറക്കരുത്. എല്ലാ ഗോപന്മാരും ദേവന്മാർ. അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ സഞ്ചരിച്ചു. സമ്പൂർണമായ ഐശ്വര്യ സമൃദ്ധിയോടുകൂടി ഭഗവാൻ അവിടെ കഴിഞ്ഞു. 5 വയസ്സാണ് ഇപ്പോൾ ഭഗവാൻ.